ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ +2 മലയാളത്തിലെ ഗൗളി ജന്മം എന്ന പാഠഭാഗത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നങ്ങ് പരിചയപ്പെട്ടേക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ആ ചോദ്യങ്ങൾ മാത്രം. എങ്ങനെ എഴുതണം, എങ്ങനെ ചോദ്യം വരും, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഗൗളി ജന്മം യൂണിറ്റ് 3 ചാപ്റ്റർ 2. ഗൗളി ജന്മം എന്ന കഥയിലെ സന്ദർശകർക്ക് കഥയിലുള്ള പ്രാധാന്യം എന്തെന്ന് വിശദീകരിക്കുക. ആശുപത്രി സന്ദർശകരെ വിമർശിക്കുന്ന ഒരു ഭാഗം ഗൗളി ജന്മം എന്ന പാഠഭാഗത്തിനകത്തുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ ഒരു സന്ദർശക കടന്നു വരുന്നുണ്ട്. ആ സന്ദർശകർക്ക് കഥയിലുള്ള പ്രാധാന്യം എന്തെന്ന് വിശദീകരിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഗൗളി ജന്മം എന്ന കഥയിലെ സന്ദർശകർക്ക് കഥയിലുള്ള പ്രാധാന്യം എന്തെന്ന് വിശദീകരിക്കുക എന്നുള്ളതാണ് ചോദ്യം. നോക്കുക, ഗ്രേസിയുടെ ഗൗളി ജന്മം എന്ന കഥയിൽ ഗൗരവമുള്ള ചില സാമൂഹിക വിഷയങ്ങൾ ഹാസ്യാത്മകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആക്ഷേപഹാസ്യത്തിൻ്റെയും ഐറണിയുടെയും പാരഡിയുടെയും സാധ്യതകൾ ഈ കഥയിൽ ഉപയോഗിക്കുന്നു. ഹാസ്യത്തിൻ്റെ മറ്റൊരു രൂപമായ ലംബൂണിന് മാതൃകയാണ് ഗൗളി ജന്മത്തിലെ ആശുപത്രി സന്ദർശക. ഓർത്തു വെക്കുക, ഹാസ്യത്തിൻ്റെ മറ്റൊരു രൂപമായ ലംബൂണിന് മാതൃകയാണ് ഗൗളി ജന്മത്തിലെ ആശുപത്രി സന്ദർശക. അത്തരം സന്ദർശകരുടെ മര്യാദയില്ലാത്ത പെരുമാറ്റത്തെ വിമർശിക്കാൻ വേണ്ടി പരിഹാസ്യമായ സവിശേഷതകളോടെയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇരുട്ട് കുത്തനെ പതിച്ചതുപോലെയുള്ള അവരുടെ സാന്നിധ്യവും കുളമ്പടിച്ചെത്തും പോലെയുള്ള വരവും പട്ടുസാരിയുടെ തിളക്കവും മര്യാദകെട്ട വർത്തമാനവും ആ കഥാപാത്രത്തിന് ഒരു കോമാളി ഭാവം നൽകുന്നു. പുറമെ സഹതാപം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അന്യൻ്റെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന കഥാപാത്രമാണവർ. ആശുപത്രി സന്ദർശകരിൽ കാണാറുള്ള പെരുമാറ്റ വൈകൃതങ്ങളെ പരിഹസിക്കാൻ ഉപയുക്തമാണ് ഈ കഥാപാത്രം. സെറ്റാണോ? നോക്കുക, ഗ്രേസിയുടെ ഗൗളി ജന്മം എന്ന കഥയിൽ ഗൗരവമുള്ള ചില സാമൂഹിക വിഷയങ്ങൾ ഹാസ്യാത്മകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആക്ഷേപഹാസ്യത്തിൻ്റെയും ഐറണിയുടെയും പാരഡിയുടെയും സാധ്യതകൾ ഈ കഥയിൽ ഉപയോഗിക്കുന്നു. ഹാസ്യത്തിൻ്റെ മറ്റൊരു രൂപമായ ലംബൂണിന് മാതൃകയാണ് ഗൗളി ജന്മത്തിലെ ആശുപത്രി സന്ദർശക. അത്തരം സന്ദർശകരുടെ മര്യാദയില്ലാത്ത പെരുമാറ്റത്തെ വിമർശിക്കാൻ വേണ്ടി പരിഹാസ്യമായ സവിശേഷതകളോടെയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇരുട്ട് കുത്തനെ പതിച്ചതുപോലെയുള്ള അവരുടെ സാന്നിധ്യവും കുളമ്പടിച്ചെത്തും പോലെയുള്ള വരവും പട്ടുസാരിയുടെ തിളക്കവും മര്യാദകെട്ട വർത്തമാനവും ആ കഥാപാത്രത്തിന് ഒരു കോമാളി ഭാവം നൽകുന്നു. പുറമെ സഹതാപം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അന്യൻ്റെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന കഥാപാത്രമാണവർ. ആശുപത്രി സന്ദർശകരിൽ കാണാറുള്ള പെരുമാറ്റ വൈകൃതങ്ങളെ പരിഹസിക്കാൻ ഉപയുക്തമാണ് ഈ കഥാപാത്രം. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുമ്പോഴും അന്ധവിശ്വാസത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സമൂഹമാണ് മലയാളി സമൂഹം. ഗൗളി ജന്മം എന്ന കഥയിലെ സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തി ആ അഭിപ്രായത്തിൻ്റെ സാധുത പരിശോധിക്കുക. ഗ്രേസി ടീച്ചർ എഴുതിയ ഗൗളി ജന്മം എന്ന കഥയിൽ കേരള സമൂഹത്തിലെ ചില തെറ്റായ പ്രവണതകളെ ഹാസ്യാത്മകമായി വിമർശിക്കുന്നു. പഠിപ്പുണ്ടെങ്കിലും യുക്തിബോധമില്ലാതെ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ് നമ്മൾ. ഒരു ശാസ്ത്രീയ യുക്തിയുമില്ലാത്ത ഗൗളി ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന മലയാളിയെ ഗ്രേസി ടീച്ചർ കണക്കിന് കളിയാക്കുന്നു. അച്ഛൻ മരിക്കുമ്പോൾ ഗർഭത്തിലായിരുന്ന കുഞ്ഞിൻ്റെ തലയിൽ തന്തയെ തീനി എന്ന വിശേഷണം ചാർത്തിക്കൊടുക്കുന്നവരെയും കഥയിൽ പരിഹസിക്കുന്നു. അസ്ഥാനത്തിരുന്ന് ചിലയ്ക്കുന്ന പല്ലിയിൽ ദുശകനം കാണുന്ന മനുഷ്യരുടെ പൊട്ടത്തരം കഥയിൽ ഏറ്റവും ഹാസ്യാത്മകമായ രംഗമാണ്. വിദ്യാഭ്യാസ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ മലയാളി ഇത്തരം ഇരുണ്ട വിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന എഴുത്തുകാരുടെ നിരീക്ഷണം ശരിയാണ്. ഗ്രേസി ടീച്ചർ എഴുതിയ ഗൗളി ജന്മം എന്ന കഥയിൽ കേരള സമൂഹത്തിലെ ചില തെറ്റായ പ്രവണതകളെ ഹാസ്യാത്മകമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. പഠിപ്പുണ്ടെങ്കിലും യുക്തിബോധമില്ലാതെ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ് നമ്മൾ. ഒരു ശാസ്ത്രീയ യുക്തിയുമില്ലാത്ത ഗൗളി ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന മലയാളിയെ ഗ്രേസി ടീച്ചർ കണക്കിന് കളിയാക്കുന്നു. അച്ഛൻ മരിക്കുമ്പോൾ ഗർഭത്തിലായിരുന്ന കുഞ്ഞിൻ്റെ തലയിൽ തന്തയെ തീനി എന്ന വിശേഷണം ചാർത്തിക്കൊടുക്കുന്നവരെയും കഥയിൽ പരിഹസിക്കുന്നുണ്ട്. അസ്ഥാനത്തിരുന്ന് ചിലയ്ക്കുന്ന പല്ലിയിൽ ദുശകനം കാണുന്ന മനുഷ്യരുടെ പൊട്ടത്തരം കഥയിൽ ഏറ്റവും ഹാസ്യാത്മകമായ രംഗമാണ്.
വിദ്യാഭ്യാസ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ മലയാളി ഇത്തരം ഇരുണ്ട വിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന എഴുത്തുകാരിയുടെ നിരീക്ഷണം വളരെയധികം ശരിയാണ്, ഓർത്തു വെക്കുക. ദെൻ നെക്സ്റ്റ്, പുരുഷന്റെ അഹന്ത ഗൗളി ജന്മത്തിലും തീർത്തും തേഞ്ഞു പോയിരുന്നില്ല എന്ന് പറയാൻ കാരണമെന്ത്? ഗൗളിയായി ജനിച്ച് വീണിട്ടും പുരുഷൻ എന്ന് പറയുന്ന ആ ഒരു ആണഹങ്കാരമുണ്ടല്ലോ, ആണഹന്ത, അത് അവിടെയും ഗൗളി ജന്മമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇല്ലാതാകുന്നില്ല എന്ന് പറയാനുള്ള കാരണമെന്ത്? താൻ മുജ്ജന്മത്തിൽ കഥാകൃത്തായിരുന്നു എന്നും തൻ്റെ കഥകൾ മലയാളത്തിലെ മികച്ച കഥകളായിരുന്നെന്നും ആൺഗൗളി കരുതുന്നു. മുജ്ജന്മത്തെക്കുറിച്ചുള്ള ഈ ഓർമ്മ പോലും ആണിന് മാത്രം കൈവരുന്ന സിദ്ധിയാണെന്ന് ആൺഗൗളി അഭിമാനിക്കുന്നു. തനിക്ക് മുജ്ജന്മത്തെക്കുറിച്ച് ഒരു ഓർമ്മയും ഇല്ലെന്ന് പെൺഗൗളി സങ്കടപ്പെടുമ്പോൾ പുച്ഛത്തോടെയാണ് ആൺഗൗളി പ്രതികരിക്കുന്നത്. ധ്യാനവും ജ്ഞാനവും ആണിന് മാത്രം സാധ്യമാണെന്ന് അവൻ അഭിമാനിക്കുന്നു. തൻ്റെ കുഞ്ഞിനെ പെറ്റുപോറ്റേണ്ടവൾ മാത്രമാണ് പെൺഗൗളി എന്ന പരാമർശത്തിലും കാണാം ഗൗളി ജന്മത്തിലും തേഞ്ഞു പോകാത്ത ആണിൻ്റെ ഹുങ്ക്. താൻ മുജ്ജന്മത്തിൽ കഥാകൃത്തായിരുന്നെന്നും തൻ്റെ കഥകൾ മലയാളത്തിലെ മികച്ച കഥകളായിരുന്നെന്നും ആൺഗൗളി കരുതുന്നു. മുജ്ജന്മത്തെക്കുറിച്ചുള്ള ഈ ഓർമ്മ പോലും ആണിന് മാത്രം കൈവരുന്ന സിദ്ധിയാണെന്ന് ആൺഗൗളി അഭിമാനിക്കുന്നു. തനിക്ക് മുജ്ജന്മത്തെക്കുറിച്ച് ഒരോർമ്മയുമില്ലെന്ന് പെൺഗൗളി സങ്കടപ്പെടുമ്പോൾ പുച്ഛത്തോടെയാണ് ആൺഗൗളി പ്രതികരിക്കുന്നത്. ധ്യാനവും ജ്ഞാനവും ആണിന് മാത്രം സാധ്യമാണെന്ന് അവൻ അഭിമാനിക്കുന്നു. തൻ്റെ കുഞ്ഞിനെ പെറ്റുപോറ്റേണ്ടവൾ മാത്രമാണ് പെൺഗൗളി എന്ന പരാമർശത്തിലും കാണാം ഗൗളി ജന്മത്തിലും തേഞ്ഞു പോകാത്ത ആണിൻ്റെ ഹുങ്ക്. സെറ്റല്ലേ? ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇത് കണ്ടെത്താനാണോ ആ പാവം രാജകുമാരൻ ഇക്കണ്ട ത്യാഗങ്ങളൊക്കെ സഹിച്ചത്? കഷ്ടം. അടുക്കള ചുമരുകൾക്കുള്ളിൽ കരിയും പുകയും പിടിച്ചു കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും അറിയാമല്ലോ ഇത്. സന്ദർഭം വിശദീകരിച്ച് ഇതിലെ പരിഹാസം വ്യക്തമാക്കുക. ഗ്രേസിയുടെ ഗൗളി ജന്മം എന്ന കഥയിലെ പെൺഗൗളിയുടെ പരിഹാസമാണിത്. ആണഹന്തയുടെ ആൾരൂപമായാണ് കഥയിലെ ആൺഗൗളി പ്രത്യക്ഷപ്പെടുന്നത്. ജ്ഞാനവും ധ്യാനവും ത്യാഗവും എല്ലാം പുരുഷന്റെ മാത്രം കഴിവുകളാണെന്ന് വിശ്വസിക്കുന്ന ആൺഗൗളി ബുദ്ധന്റെ ജ്ഞാനോദയത്തെക്കുറിച്ച് പെൺഗൗളിയോട് പറയുന്നത് ഈ അഹങ്കാരത്തോടെയാണ്. എല്ലാം ത്യജിച്ച് ധ്യാനസ്ഥനായതുകൊണ്ടാണ് ബുദ്ധന് ജ്ഞാനോദയം ഉണ്ടായത്. അതൊരിക്കലും പെണ്ണിന് കഴിയുന്നതല്ലെന്ന് ആൺഗൗളി പറയുന്നു. ബുദ്ധൻ ഇത്ര കഷ്ടപ്പെട്ട് നേടിയ ജ്ഞാനം പെണ്ണ് സ്വന്തം ജീവിതം കൊണ്ട് പഠിച്ചതാണ്. മമതയാണ് എല്ലാ ദുഃഖത്തിനും കാരണം എന്നവൾ അനുഭവിച്ച് പഠിച്ചതാണ്. കുടുംബത്തെ സ്നേഹിച്ചു പോയതുകൊണ്ട് അതിൻ്റെ തടവറയിൽ സ്വയം നഷ്ടപ്പെടുന്നവളാണ് പെണ്ണ്. അവൾക്ക് കുടുംബബന്ധങ്ങൾ ത്യജിച്ച് തൻ്റെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കാനാവാത്തത് കുടുംബത്തോടുള്ള മമത അല്ലെങ്കിൽ സ്നേഹം കൊണ്ടാണ്. ആ മമതയാൽ അവൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെടുത്തുന്നുണ്ട് കുടുംബത്തിന് വേണ്ടി. ആ തിരിച്ചറിവിന് മുന്നിൽ പുരുഷന്റെ അഹന്തയും ബുദ്ധന്റെ ത്യാഗവും ജ്ഞാനവും എത്രയും നിസ്സാരമാണ് എന്ന സൂചനയിലൂടെ പെൺഗൗളി ആണഹന്തയുടെ കഴുത്തരിയുന്നു. സെറ്റാണല്ലോ? നോക്കുക, ഗ്രേസിയുടെ ഗൗളി ജന്മം എന്ന കഥയിലെ പെൺഗൗളിയുടെ പരിഹാസമാണിത്. ആണഹന്തയുടെ ആൾരൂപമായാണ് കഥയിലെ ആൺഗൗളി പ്രത്യക്ഷപ്പെടുന്നത്. ജ്ഞാനവും ധ്യാനവും ത്യാഗവുമെല്ലാം പുരുഷന്റെ മാത്രം കഴിവുകളാണെന്ന് വിശ്വസിക്കുന്ന ആൺഗൗളി ബുദ്ധന്റെ ജ്ഞാനോദയത്തെക്കുറിച്ച് പെൺഗൗളിയോട് പറയുന്നത് അഹങ്കാരത്തോടെയാണ്. ബുദ്ധൻ ആണാണല്ലോ. എല്ലാം ത്യജിച്ച് ധ്യാനസ്ഥനായതുകൊണ്ടാണ് ബുദ്ധന് ജ്ഞാനോദയം ഉണ്ടായത്. അതൊരിക്കലും പെണ്ണിന് കഴിയുന്നതല്ല എന്ന് ആൺഗൗളി പറയുന്നു. ബുദ്ധൻ ഇത്ര കഷ്ടപ്പെട്ട് നേടിയ ജ്ഞാനം പെണ്ണ് സ്വന്തം ജീവിതം കൊണ്ട് പഠിച്ചതാണ്. മമതയാണ് എല്ലാ ദുഃഖത്തിനും കാരണം എന്നവൾ അനുഭവിച്ച് പഠിച്ചതാണ്. കുടുംബത്തെ സ്നേഹിച്ചു പോയതുകൊണ്ട് അതിൻ്റെ തടവറയിൽ സ്വയം നഷ്ടപ്പെടുന്നവളാണ് ആര്? പെണ്ണ്. അവൾക്ക് കുടുംബബന്ധങ്ങൾ ത്യജിച്ച് തൻ്റെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കാനാവാത്തത് കുടുംബത്തോടുള്ള മമത കൊണ്ടാണ്. ആ മമതയാൽ അവൾ തന്നെ നഷ്ടപ്പെടുത്തുന്നു. ആ തിരിച്ചറിവിന് മുന്നിൽ പുരുഷന്റെ അഹന്തയും ബുദ്ധന്റെ ത്യാഗവും ജ്ഞാനവും എത്രയും നിസ്സാരമാണ് എന്ന സൂചനയിലൂടെ പെൺഗൗളി ആണഹന്തയുടെ കഴുത്തരിയുന്നു. ഇത്രയുമാണ് ഈ പാഠഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കേണ്ട ചോദ്യോത്തരങ്ങൾ. സെറ്റാക്കി വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.